ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഫൈനാൻഷ്യൽ റേഷ്യോസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിക്വിഡിറ്റി മെഷർ ചെയ്യാനുള്ള 3 ടൂളുകളാണ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റേഷ്യോസ്. അതിൽ മൂന്നാമത്തെ ടൂളാണ് ഫൈനാൻഷ്യൽ റേഷ്യോസ്. ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഫൈനാൻഷ്യൽ റേഷ്യോസ് ഉപയോഗിക്കുന്നത്, ഫൈനാൻഷ്യൽ പെർഫോമൻസ് മെഷർ ചെയ്യാൻ കൂടിയിട്ടാണ്. ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഫൈനാൻഷ്യൽ റേഷ്യോസ്, എന്താണ് ഫൈനാൻഷ്യൽ റേഷ്യോസിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫൈനാൻഷ്യൽ റേഷ്യോസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ടോപ്പിക്ക് പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് ഫൈനാൻഷ്യൽ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ റേഷ്യോസ് ആർ ദ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് കമ്പനീസ്. കമ്പനികളുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ടൂളാണ് ഫൈനാൻഷ്യൽ റേഷ്യോസ് എന്ന് പറയുന്നത്. ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ റേഷ്യോസ് വിച്ച് ഇൻഡിക്കേറ്റ് ദ കമ്പനീസ് റിസൾട്ട്, its financial risk and its working efficiency, like the liquidity ratio, asset turnover ratio, operating profitability ratio, business risk ratio, financial ratio, stability ratio, etc. ഓരോ റേഷ്യോസ് ഓരോ ഏരിയയിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഓരോരോ ഏരിയകൾക്കായിട്ട് നമുക്ക് കുറേ റേഷ്യോസ് അവൈലബിൾ ആണ്. ലിക്വിഡിറ്റി റേഷ്യോ, ടേൺ ഓവർ റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് റേഷ്യോസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് റേഷ്യോ അനാലിസിസ് നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്? 5 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് റേഷ്യോ അനാലിസിസിനുള്ളത്. ആദ്യത്തെ ഒബ്ജക്റ്റീവാണ് മെഷർ ഓഫ് പ്രോഫിറ്റബിലിറ്റി. റേഷ്യോ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. റേഷ്യോ അനാലിസിസ് ഷോസ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രോഫിറ്റ് വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് എത്രയാണെന്ന് കിട്ടും. എന്നാൽ ആ പ്രോഫിറ്റ് നല്ലതാണോ ചീത്തയാണോ, കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതലാണോ കുറവാണോ, നമ്മുടെ ഗ്രോത്തിനെ കാണിക്കുന്നുണ്ടോ, അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉപയോഗിച്ചിട്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രോഫിറ്റ് നല്ലതാണോ ചീത്തയാണോ, കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, അത് എത്രത്തോളം മികച്ചതാണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യത്തെ ഒബ്ജക്റ്റീവാണ് ടു മെഷർ പ്രോഫിറ്റബിലിറ്റി. രണ്ടാമത്തത് ഇവാലുവേഷൻ ഓഫ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. Certain ratios are helpful in analyzing efficiency of the business, such as turnover ratio and efficiency ratio. റേഷ്യോസ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും. എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റേഷ്യോസാണ് ടേൺ ഓവർ റേഷ്യോസും എഫിഷ്യൻസി റേഷ്യോസും. അങ്ങനെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ബിസിനസ്സിന് കൂടുതൽ എഫിഷ്യൻറ്റും പ്രോഫിറ്റബിളും ആക്കാൻ വേണ്ടി റേഷ്യോസ് സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവാണ് എൻഷുർ സ്യൂട്ടബിൾ ലിക്വിഡിറ്റി. റേഷ്യോസ് ഹെൽപ്സ് ഇൻ മെഷറിങ് ലിക്വിഡിറ്റി ആൻഡ് മെയിൻറ്റെയിനിങ് ഇറ്റ്. റേഷ്യോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ലിക്വിഡിറ്റി കൃത്യമായിട്ട് മെഷർ ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. ലിക്വിഡിറ്റി മെഷർ ചെയ്യാനുള്ള റേഷ്യോസാണ് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. അങ്ങനെ നമുക്ക് നമ്മുടെ ലിക്വിഡിറ്റി എത്രത്തോളം ഉണ്ട്, അത് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നാലാമത്തെ ഒബ്ജക്റ്റീവാണ് ഓവറോൾ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്. Overall financial strength is measured by long-term liquidity of the business. ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നത് അതിൻ്റെ ലോങ് ടേം ലിക്വിഡിറ്റി ഉപയോഗിച്ചിട്ടാണ്. ഡിസിഷൻസ് റിഗാർഡിംഗ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഈസ് മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആൻഡ് ലിവറേജ് റേഷ്യോ. ഒരു ഓർഗനൈസേഷൻ്റെ ലോങ് ടേം ലിക്വിഡിറ്റി, അതിൻ്റെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയും ലിവറേജ് റേഷ്യോയും.
അങ്ങനെ വേരിയസ് റേഷ്യോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ലോങ് ടേം ലിക്വിഡിറ്റിയും അതുപോലെ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അഞ്ചാമത്തെ ഒബ്ജക്റ്റീവാണ് കമ്പാരിസൺ. Financial health and fiscal position is analyzed with the comparison of organization and business with that of industry over different years are compared with the help of trend analysis. നമുക്ക് റേഷ്യോസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ഇയറിലായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ബിസിനസ്സിന് ഇൻഡസ്ട്രിയിൽ എത്രത്തോളം സക്സസ് ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്പാരിസൺ പോസിബിൾ ആണ് റേഷ്യോ അനാലിസിസ് ഉപയോഗിച്ചിട്ട്. കുറച്ചും കൂടെ വാലിഡ് ആയിട്ടുള്ള കമ്പാരിസൺ ആണ് റേഷ്യോസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ്റർ ഫേം കമ്പാരിസണും ഇൻട്രാ ഫേം കമ്പാരിസണും പോസിബിൾ ആണ് റേഷ്യോസ് ഉപയോഗിച്ചിട്ട്. ഇതാണ് 5 ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റേഷ്യോ അനാലിസിസ്. ഒന്നാമത്തത് മെഷർ ഓഫ് പ്രോഫിറ്റബിലിറ്റി, രണ്ടാമത്തത് ഇവാലുവേഷൻ ഓഫ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, മൂന്നാമത്തത് എൻഷുർ സ്യൂട്ടബിൾ ലിക്വിഡിറ്റി, നാലാമത്തത് ഓവറോൾ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്, അഞ്ചാമത്തത് കമ്പാരിസൺ. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് റേഷ്യോ അനാലിസിസ്. വെൻ എംപ്ലോയിഡ് കറക്റ്റ്ലി, ratio analysis throws light on many problems of the firm and also highlights some positive. Ratios are essentially whistleblowers. They draw the management's attention towards issues needing attention. Let us take a look at some advantages of ratio analysis. റേഷ്യോ അനാലിസിസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രോബ്ലം ഏരിയാസ് മനസ്സിലാക്കാനും നമ്മുടെ പോസിറ്റീവ്സ് മനസ്സിലാക്കാനും വേണ്ടി സാധിക്കും. മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധ പ്രശ്നമുള്ള ഏരിയകളിലേക്ക് ആകർഷിക്കാനും വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള റേഷ്യോസിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, റേഷ്യോ അനാലിസിസ് വിൽ ഹെൽപ്പ് വാലിഡേറ്റ് ഓർ ഡിസപ്രൂവ് the financial investment and operating decision of the firm. They summarize the financial statement into comparative figures, thus helping the management to compare and evaluate the financial position of the firm and the result of their decisions. ഒരു ഓർഗനൈസേഷൻ എടുക്കുന്ന തീരുമാനങ്ങൾ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഫിനാൻഷ്യൽ ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ. അങ്ങനെ 3 കാറ്റഗറിയിലായിട്ടുള്ള എടുത്തിട്ടുള്ള തീരുമാനങ്ങളെ കമ്പയർ ചെയ്യാനും അത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റിന് എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മെഷർ ചെയ്യാനും വേണ്ടി നമുക്ക് റേഷ്യോസിനെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ കമ്പാരിറ്റീവ് ഫിഗേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് വർഷങ്ങളിലായിട്ടുള്ള എമൗണ്ടുകൾ എടുത്തിട്ട് കമ്പയർ ചെയ്യും. റേഷ്യോസ് ഉപയോഗിച്ചിട്ട് കമ്പാരിസൺ നടത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻസിനെ വാലിഡേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ അഡ്വാൻറ്റേജാണ് ഇറ്റ് സിംപ്ലിഫൈസ് കോംപ്ലെക്സ് അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ ഇൻ ടു സിമ്പിൾ റേഷ്യോസ് ഓഫ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, ഫിനാൻഷ്യൽ എഫിഷ്യൻസി, സോൾവൻസി, ലോങ് ടേം പൊസിഷൻ എറ്റ്സെട്ര. ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ള നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിലും ബാലൻസ് ഷീറ്റ് ആണെങ്കിലും കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും ഒക്കെ കോംപ്ലെക്സ് ആണ്. അതിനെ വളരെ സിമ്പിളായിട്ട് റേഷ്യോൻ്റെ ടേംസിലേക്ക് മാറ്റിയിട്ട് ആർക്ക് വേണേലും മനസ്സിലാവുന്ന രൂപത്തിലേക്ക് സിംപ്ലിഫൈ ചെയ്യാണ് റേഷ്യോ അനാലിസിസ് ചെയ്യുന്നത്. നമ്മുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ആണെങ്കിലും ഫിനാൻഷ്യൽ എഫിഷ്യൻസി ആണെങ്കിലും സോൾവൻസി ആണെങ്കിലും ഒരൊറ്റ ടേമിൽ 1:1 എന്നുള്ള റേഷ്യോയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഷ്യോസിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ അഡ്വാൻറ്റേജാണ് റേഷ്യോ അനാലിസിസ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ പ്രോബ്ലംസ് ഏരിയ ആൻഡ് ബ്രിങ് ദ അറ്റൻഷൻ ഓഫ് മാനേജ്മെൻറ്റ് ടു സച്ച് ഏരിയാസ്. Some of the information is lost in the complex accounting statement and ratios will help pinpoint such problems. നമ്മൾ വലിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കപ്പെടാതായി പോകും. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനും അതുവഴി ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും ആ മേഖലകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും റേഷ്യോ അനാലിസിസ് ഉപയോഗിച്ചിട്ട് സാധ്യമാണ്.
നാലാമത്തെ അഡ്വാൻറ്റേജ് ആണ് അലൗസ് ദ കമ്പനി ടു കണ്ടക്ട് comparison with other firms, industry standards, intra-firm comparison, etc. They will help the organization better understand its fiscal position in the economy. ഒരു ഓർഗനൈസേഷനിൽ ഇൻട്രാ ഫേം കമ്പാരിസണും ഇൻ്റർ ഫേം കമ്പാരിസണും റേഷ്യോ അനാലിസിസ് ഉപയോഗിച്ചിട്ട് നടത്താൻ പറ്റും. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള പല വർഷങ്ങളിലായിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഇൻഡസ്ട്രിയിലുള്ള പ്രോഫിറ്റബിലിറ്റി ആണെങ്കിലും ഓർഗനൈസേഷൻസ് തമ്മിലുള്ള പ്രോഫിറ്റബിലിറ്റി ആണെങ്കിലും എളുപ്പത്തിൽ കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് റേഷ്യോ അനാലിസിസ് ഉപയോഗിച്ചിട്ട് സാധ്യമാണ്. ഇതാണ് റേഷ്യോസിൻ്റെ പ്രധാനപ്പെട്ട 4 അഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് എന്താണ് റേഷ്യോസിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ലിമിറ്റേഷൻ, ദ ഫേം ക്യാൻ മേക്ക് some year-end changes in their financial statement to improve their ratios. Then the ratios end up being nothing but window dressing. റേഷ്യോസ് എളുപ്പത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഇയർ എൻഡിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മാനേജ്മെൻറ്റിന് റേഷ്യോസിനെ മൊത്തമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനും അതുവഴി വിൻഡോ ഡ്രസ്സിങ് ഇല്ലാത്തൊരു കാര്യം വലുതാക്കി കാണിക്കാനും വേണ്ടി സാധിക്കും. വളരെ മോശം ലിക്വിഡിറ്റിയാണ് ഓർഗനൈസേഷനുള്ളത്. എന്നാൽ ഇയർ എൻഡിൽ കുറച്ച് ലോണൊക്കെ എടുത്തിട്ട് ഫൈനാൻഷ്യൽ എമൗണ്ട് കൂട്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ലിക്വിഡിറ്റി കൂടുതലുള്ളതായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ എളുപ്പത്തിൽ മാനിപ്പുലേഷൻസ് പോസിബിളാണ് റേഷ്യോസിൻ്റെ കാര്യത്തിൽ. അതാണ് ആദ്യത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്തത്, ratios ignore the price level changes due to inflation. Many ratios are calculated using historical cost and they overlook the changes in price level between the period. This does not reflect correct financial situation. റേഷ്യോസ് ഇൻഫ്ലേഷൻ്റെ റേറ്റ് കൺസിഡർ ചെയ്യുന്നില്ല. റേഷ്യോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ പൊസിഷൻ തെറ്റായിട്ടുള്ളതാണ്. ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. മൂന്നാമത്തെ ലിമിറ്റേഷനാണ് accounting ratios completely ignore the qualitative aspect of the firm. They only take into consideration the monetary aspect, quantitative only. അതായത് റേഷ്യോസ് ഓർഗനൈസേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റും കൺസിഡർ ചെയ്യുന്നില്ല. ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ, അങ്ങനെ ഒരു ഓർഗനൈസേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സും റേഷ്യോസ് കൺസിഡർ ചെയ്യുന്നില്ല. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ, മോണിറ്ററി ഡാറ്റ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ റേഷ്യോസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് റേഷ്യോസിൻ്റെ മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നാലാമത്തെ ലിമിറ്റേഷനാണ് there are no standard definition of the ratios. Some firms may be using different formula for the ratios. One such example is current ratio, where some firms take into consideration all current liabilities but others ignore bank overdraft from current liabilities while calculating current ratio. നാലാമത്തെ ഡിസഡ്വാൻറ്റേജാണ് റേഷ്യോസിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ ഇല്ല എന്നുള്ളത്. ഓരോ ഓർഗനൈസേഷൻസ് അവർക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് റേഷ്യോസ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ PDF തന്നെ പറഞ്ഞിട്ടുണ്ട്. കറണ്ട് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് നമ്മൾ ചെയ്യാറുള്ളത്. ചില ഓർഗനൈസേഷൻസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിൻ്റെ എമൗണ്ട് കറണ്ട് ലയബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യും, ചിലർ ഇൻക്ലൂഡ് ചെയ്യൂല. അങ്ങനെ മാറ്റം വരുന്ന സമയത്ത് കമ്പാരിസൺ പോസിബിൾ അല്ലാതെ വരും. അതാണ് നാലാമത്തെ ഡിസഡ്വാൻറ്റേജ്, നോ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഫോർ റേഷ്യോസ്. അഞ്ചാമത്തെ ലിമിറ്റേഷനാണ് ആൻഡ് ഫൈനലി അക്കൗണ്ടിംഗ് റേഷ്യോസ് ഡു നോട്ട് റിസോൾവ് എനി ഫിനാൻഷ്യൽ പ്രോബ്ലം ഓഫ് ദ കമ്പനി. They are a means to the end, not an actual solution. റേഷ്യോസ് ഒരിക്കലും നമുക്ക് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ മേഖലയിൽ പ്രശ്നമുണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. അത് മാത്രമാണ് റേഷ്യോസ് ചെയ്യുന്നത്. റേഷ്യോസിൻ്റെ അഞ്ചാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ് ഇറ്റ് ഡസ് നോട്ട് റിസോൾവ് എ ഫിനാൻഷ്യൽ പ്രോബ്ലം.
ഇറ്റ് ഈസ് നോട്ട് ആക്ച്വൽ സൊല്യൂഷൻ. ഇത്രയാണ് റേഷ്യോസിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫിനാൻഷ്യൽ റേഷ്യോ എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, അഡ്വാൻറ്റേജ് എന്താണ്, ലിമിറ്റേഷൻ എന്താണെന്നുള്ളത് നോക്കി. ഇനി നമുക്ക് ഓരോരോ റേഷ്യോസിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റേഷ്യോസ്? ആദ്യത്തെ റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ. എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് വെച്ചാൽ? ലിക്വിഡിറ്റി റേഷ്യോസ് എയിംസ് അറ്റ് ഡിറ്റർമൈനിങ് the ability of business to meet short-term obligation. ഒരു ഓർഗനൈസേഷൻ്റെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള കഴിവിനെ മെഷർ ചെയ്യുന്ന റേഷ്യോസാണ് ലിക്വിഡിറ്റി റേഷ്യോ. ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ എന്ന് വെച്ചാൽ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുക, ബിൽ പേയബിൾ കൊടുക്കുക, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസിൽ വരിക. ഈ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷൻ്റെ കഴിവാണ് ലിക്വിഡിറ്റി റേഷ്യോ മെഷർ ചെയ്യുന്നത്. 3 പ്രധാനപ്പെട്ട ലിക്വിഡിറ്റി റേഷ്യോസ് ആണുള്ളത്: കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. ആദ്യം നമുക്ക് കറണ്ട് റേഷ്യോ എന്താണെന്ന് നോക്കാം. കറണ്ട് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഓർ ബാങ്കേഴ്സ് റേഷ്യോ. കറണ്ട് റേഷ്യോ ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് റേഷ്യോൻ്റെ വേറെ പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോയും ബാങ്കേഴ്സ് റേഷ്യോയും. കറണ്ട് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് ചെയ്യുക. കറണ്ട് റേഷ്യോ ഇസ് ഇക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് എന്തൊക്കെയാ? ക്യാഷ്, ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ബിൽ റിസീവബിൾ, സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ കറണ്ട് അസറ്റ്. കറണ്ട് ലയബിലിറ്റി എന്ന് വെച്ചാൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്രെഡിറ്റേഴ്സ്, ബിൽ പേയബിൾ, ഷോർട്ട് ടേം ലോണ്. ഇതൊക്കെയാണ് നമ്മുടെ കറണ്ട് ലയബിലിറ്റിയിൽ വരിക. കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്താൽ നമുക്ക് കറണ്ട് റേഷ്യോ കിട്ടും. കറണ്ട് റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. 2:1 മേലെ പോയാൽ ഓർഗനൈസേഷൻ്റെ ലിക്വിഡിറ്റി നല്ലതാണ്. 2:1 താഴെയാണെങ്കിൽ ലിക്വിഡിറ്റി മോശമാണെന്ന് പറയാൻ പറ്റും. രണ്ടാമത്തെ ലിക്വിഡിറ്റി റേഷ്യോ ആണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ അഥവാ ക്വിക്ക് റേഷ്യോ. ഇറ്റ് ഡെപിക്ട്സ് ഫേംസ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി ഓർ സോൾവൻസി പൊസിഷൻ. ഒരു ഫേമിൻ്റെ ഷോർട്ട് ടേം ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വിക്ക് റേഷ്യോ യൂസ് ചെയ്യുന്നത്. ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ ക്വിക്ക് ലയബിലിറ്റി ആണ് ചെയ്യുക. ക്വിക്ക് അസറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസസും ഒഴിവാക്കുക. സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസസും ഒഴികെയുള്ള നമ്മളെ കറണ്ട് അസറ്റിനെയാണ് ക്വിക്ക് അസറ്റ് എന്ന് പറയാം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒഴികെയുള്ള കറണ്ട് ലയബിലിറ്റിനെയാണ് ക്വിക്ക് ലയബിലിറ്റി എന്ന് പറയാം. ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ ക്വിക്ക് ലയബിലിറ്റി ചെയ്താൽ നമുക്ക് ക്വിക്ക് റേഷ്യോ കിട്ടും. ക്വിക്ക് റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. 1:1 മേലെ പോയാൽ ലിക്വിഡിറ്റി നല്ലതാണെന്ന് പറയാം. 1:1 താഴത്താണെങ്കിൽ ലിക്വിഡിറ്റി മോശമാണെന്ന് പറയാം. മൂന്നാമത്തെ ലിക്വിഡിറ്റി റേഷ്യോ ആണ് അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ. Absolute liquidity measures absolute liquidity position of the firm. ഒരു ഓർഗനൈസേഷൻ്റെ അബ്സല്യൂട്ട് ലിക്വിഡിറ്റി പൊസിഷനാണ് അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആകെ കൂടി എടുക്കുന്ന അസറ്റുകൾ അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, നെറ്റ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ്. ഈ 4 അസറ്റുകൾ മാത്രമാണ് അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ്. ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, നെറ്റ് റിസീവബിൾസ് ആൻഡ് ഡെപ്റ്റേഴ്സ്. ഈ അസറ്റുകളെ കറണ്ട് ലയബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ കിട്ടും. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ 1:2 ആണ്. 1:2 അതിൻ്റെ മേലെ ആണെങ്കിൽ ലിക്വിഡിറ്റി നല്ലതാണ്. 1:2 താഴത്താണെങ്കിൽ ലിക്വിഡിറ്റി മോശമാണെന്ന് പറയാം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ റേഷ്യോസിന് ഒരു ടേബുലാർ ഫോമിൽ ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ടേബിൾ നോക്കിയാൽ മതി. ഇനി നമുക്ക് ഈ റേഷ്യോസ് ഉപയോഗിച്ചിട്ട് ഈ 3 റേഷ്യോസ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ആദ്യം
Illustration 1. Calculate current ratio from the following information. കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എന്തൊക്കെ ഡീറ്റെയിൽസാണ് തന്നത്? ഇൻവെൻട്രി 50,000, ട്രേഡ് റിസീവബിൾസ് 50,000, അഡ്വാൻസ് ടാക്സ് 4,000, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് 30,000, ട്രേഡ് പേയബിൾസ് 1 lakh, ഷോർട്ട് ടേം ബോറോയിങ്സ് 4,000. അപ്പോൾ നമുക്ക് കറണ്ട് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇതിലേതൊക്കെയാണ് കറണ്ട് അസറ്റ്? ഇൻവെൻട്രി, ട്രേഡ് റിസീവബിള്, അഡ്വാൻസ് ടാക്സ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്. ഇത് നാലുമാണ് നമ്മളെ കറണ്ട് അസറ്റുകൾ. കറണ്ട് ലയബിലിറ്റി ഏതൊക്കെയാ? ട്രേഡ് പേയബിൾസും ഷോർട്ട് ടേം ബോറോയിങ്സും. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 50,000 പ്ലസ് 50,000 പ്ലസ് 4,000 പ്ലസ് 30,000 1,34,000 ആണ്. അതിന് കറണ്ട് ലയബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കറണ്ട് ലയബിലിറ്റി എത്രയാ? 1 lakh പ്ലസ് 4,000 1,04,000. കറണ്ട് റേഷ്യോ ഇസ് ഇക്വൽ ടു 1,34,000 ഡിവൈഡഡ് ബൈ 1,04,000 ഇസ് ഇക്വൽ ടു 1.29:1. കറണ്ട് റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എത്രയായിരുന്നു? 2:1. 2:1 കുറവല്ലേ 1.29:1 എന്ന് പറയുന്നത്? അപ്പം ലിക്വിഡിറ്റി മോശമാണെന്ന് പറയാം. ഇനി നമുക്ക് ഇല്ലസ്ട്രേഷൻ 2 നോക്കാം. ഇല്ലസ്ട്രേഷൻ 2. കാൽക്കുലേറ്റ് ക്വിക്ക് റേഷ്യോ ഫ്രം ദ ഇൻഫോർമേഷൻ ഗിവൺ ഇൻ ഇല്ലസ്ട്രേഷൻ 1. ഇല്ലസ്ട്രേഷൻ 1 തന്നിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെ ഉപയോഗിച്ചിട്ട് ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ ക്വിക്ക് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റിയിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസസും ഒഴിവാക്കിയാൽ നമുക്ക് ക്വിക്ക് അസറ്റ് കിട്ടും. ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ ക്വിക്ക് ലയബിലിറ്റി ചെയ്താലാണ് നമുക്ക് ക്വിക്ക് റേഷ്യോ കിട്ടുക. അപ്പം നമുക്ക് ആദ്യം ക്വിക്ക് അസറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. ക്വിക്ക് അസറ്റിന് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ ഒഴിവാക്കണം? ഇൻവെൻട്രിയുടെ 50,000ഉം അഡ്വാൻസ് ടാക്സ് എന്ന് വെച്ചാൽ പ്രീപെയ്ഡ് എക്സ്പെൻസസ് അല്ലേ, അഡ്വാൻസ് ടാക്സിൻ്റെ 4,000ഉം ഒഴിവാക്കണം. അപ്പം നമ്മുടെ അസറ്റുകൾ ഏതാ? ക്വിക്ക് അസറ്റ് ഏതൊക്കെയാ? ട്രേഡ് റിസീവബിൾ 50,000ഉം ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് 30,000ഉം. 50,000 പ്ലസ് 30,000 80,000 ആണ് നമ്മുടെ ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വിക്ക് ലയബിലിറ്റി എന്ന് പറയുന്നത് ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ചിട്ടുണ്ടാവുക. ചിലർ അവരുടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന് ഡിഡക്റ്റ് ചെയ്യും, ചിലർ ഡിഡക്റ്റ് ചെയ്യൂല. ഇവിടെ നമ്മൾ കറണ്ട് ലയബിലിറ്റിയിൽ നിന്ന് ക്വിക്ക് ലയബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഡിഡക്റ്റ് ചെയ്യുന്നില്ല. ട്രേഡ് പേയബിൾസും ഷോർട്ട് ടേം ബോറോയിങ്സും മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ക്വിക്ക് റേഷ്യോ ഇസ് ഇക്വൽ ടു ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ക്വിക്ക് അസറ്റ് ഇസ് ഇക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ഇൻവെൻട്രി പ്ലസ് അഡ്വാൻസ് ടാക്സ്. 1,34,000 ഇൻവെൻട്രീൻ്റെ 50,000ഉം അഡ്വാൻസ് ടാക്സ് പ്രീപെയ്ഡ് എക്സ്പെൻസസിൻ്റെ 4,000ഉം കൂടെ കുറച്ച് 80,000 ആണ് ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത്. ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി 1,04,000 ചെയ്യുക. അപ്പം 0.77:1 ആണ് ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ക്വിക്ക് റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എത്രയാണ്? 1:1. 1:1 കുറവാണ് നമുക്ക് ക്വിക്ക് റേഷ്യോ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി പൊസിഷൻ മോശമാണെന്ന് പറയാം. ഇനി നമുക്ക് ഇല്ലസ്ട്രേഷൻ 3 നോക്കാം. കാൽക്കുലേറ്റ് ലിക്വിഡിറ്റി റേഷ്യോ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. കറണ്ട് ലയബിലിറ്റി 50,000, current asset 80,000, inventories 20,000, advance tax 5,000, prepaid expenses 5,000. നമ്മളോട് ക്വിക്ക് റേഷ്യോ ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ക്വിക്ക് റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ അഥവാ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ക്വിക്ക് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ ക്വിക്ക് ലയബിലിറ്റി ആണ് നമ്മൾ ചെയ്യുക. ഇവിടെ നമുക്ക് ക്വിക്ക് അസറ്റ് എന്തൊക്കെയാ? കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെൻട്രിയും അഡ്വാൻസ് ടാക്സും പ്രീപെയ്ഡ് എക്സ്പെൻസസും കുറയ്ക്കാം. കറണ്ട് അസറ്റിൻ്റെ എമൗണ്ട് 80,000,
80,000 ഇൻവെൻട്രീൻ്റെ 20,000 അഡ്വാൻസ് ടാക്സ് 5,000 പ്രീപെയ്ഡ് എക്സ്പെൻസസ് 5,000 കുറച്ചാൽ 50,000 ആണ് ക്യുക്ക് അസറ്റ് എന്ന് പറയുന്നത്. ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീൻ്റെ 50,000, അതായത് ക്യുക്ക് റേഷ്യോ ഇസ് ഇക്വൽ ടു 50,000 ഡിവൈഡഡ് ബൈ 50,000 ഇസ് ഇക്വൽ ടു 1:1 ആണ് ക്യുക്ക് റേഷ്യോ അഥവാ ലിക്വിഡിറ്റി റേഷ്യോ. 1:1 സ്റ്റാൻഡേർഡ് റേഷ്യോ ആണ്, അതായത് ഓർഗനൈസേഷൻ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഇതാണ് ലിക്വിഡിറ്റി റേഷ്യോ.